ആവി ചെന്നാടെ പാതാളം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കേട്ടോ. എന്നിട്ട് ബസ്സിൽ കയറിയേക്കുമ്പോഴേക്ക് ഇത് അവർ വെച്ചിന് സാഡ് ആയിട്ടുള്ള സോങ്. ഞാൻ ഓൾറെഡി മൂഡ് ഓഫിലാണ്. നമ്മൾ പിന്നെയും തിരിച്ചു വരുത്താന്ന് കേട്ടോ പേട്ടക്കേക്ക്. അപ്പോൾ ഫാമിലിയെല്ലാം വിട്ട് വരുമ്പോൾ ഉമ്മാനും ഉപ്പാനെല്ലാം വിട്ട് വരുമ്പോൾ ഒരു സങ്കടം തന്നെയല്ലേ. അങ്ങനെ നമ്മൾ പേട്ടക്ക് എത്തിയാലും നസാരിക്ക് ദാഹിക്കുന്നു പറഞ്ഞിട്ട് നൗഷാക്കാന്റെ കൂടെ ഓൻ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നത് ഈ മുന്തിരിന്റെ ഡ്രിങ്ക്. ആദ്യം എനിക്ക് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കുടിച്ചു കേട്ടാ. ഏകദേശം ഒരു പകുതി ആകുമ്പോൾ ഓന് വേണമെന്ന് പറയുന്നത്. പടച്ചോനെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒച്ചപ്പാടേനും കേട്ടോ. പിന്നെ ഓനെ എന്തെല്ലോ പറഞ്ഞ് ഞാൻ മൂടങ്ങ് മാറ്റി ബസ്സിനാകെ കരഞ്ഞിനൊക്കെ നാണക്കടല്ലെന്ന് വിചാരിച്ച് വീട്ടിലെത്തി ചോറെല്ലാം തിന്നതിന് ശേഷം അവൻ കിടന്നുറങ്ങല. അന്ന് എനിക്കങ്ങനെ കിടക്കാനൊന്നും നേരമില്ല. കല്ലുമക്കായി കൊണ്ടുവന്നിന് അത് നിറയ്ക്കണം. അപ്പൊ ചൂടരിയിൽ കയ്യെല്ലാം കൊണ്ടുപോയിട്ട് ആകെ പൊള്ളി കേട്ടാ. അപ്പൊ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുന്ന കണ്ടിട്ട് ഞാൻ എണ്ണം ഞാൻ വിചാരിക്കണ്ട. അങ്ങനെയല്ല, വലുതും ചെറുതും മാറ്റിയെടുക്കുന്നതാണ്. വലുതിങ്ങനെ പൊരിക്കാനും ചെറുത് ഫ്രൈ ആയിട്ട് ആക്കാന്ന് വിചാരിക്കലാണ്. അപ്പൊ നെസാരി ഉറങ്ങിച്ചിട്ടുണ്ട്. അവനക്ക് പൊരിക്കാനും എനക്ക് കല്ലുമക്കായി പൊരിച്ചിട്ടും കൂടി എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്.